ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ റംലാൻ 3, അതായത് മൂന്നാമത്തെ നോമ്പ് തുറക്കൽ, മൂന്നാമത്തെ ഇഫ്താർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടി റെഡിയാക്കിയ ഐറ്റംസാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ കറി, ഇഫ്താർ സ്പെഷ്യലായിട്ട് ഇന്ന് ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനിപ്പോൾ കുക്ക് ചെയ്യാൻ നേരമേ പുറത്തേക്ക് എടുക്കുന്നുള്ളൂ. പിന്നെ ഇന്നത്തെ സ്നാക്സിൽ പല സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു സ്നാക്കായിട്ട് ഞാൻ റെഡിയാക്കുന്നത് നമ്മുടെ ബ്രെഡ് ഷവർമ പോക്കറ്റാണ്. അപ്പോൾ ബ്രെഡ് ഷവർമ പോക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എൻ്റെ ബ്രെഡ് ഷവർമ പോക്കറ്റിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഇഫ്താർ സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൽ ഞാൻ റെസിപ്പീസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ ഞാൻ എൻ്റെ ഇഫ്താറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ഐറ്റംസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബ്രെഡ് ഷവർമ പോക്കറ്റ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിളായിട്ട് ക്യാബേജും അതുപോലെ തന്നെ ടൊമാറ്റോയും സവോളയുമാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ പുറകെ വരുന്നുണ്ട്, ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ഞാൻ ഹോം മെയ്ഡ് മയണൈസും റെഡിയാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഇവിടെ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ്. നമ്മൾ കൂടുതലും സ്നാക്സ് പൊരിക്കലൊക്കെ ഇഫ്താറിന് മാത്രമാണ്, റമളാൻ മാസത്തിൽ മാത്രമാണ് നമ്മൾ കൂടുതലും സ്നാക്സ് ഉണ്ടാക്കൽ. അതങ്ങനെയാണ്, അല്ലാതെ ഉള്ള സമയങ്ങളിൽ നമ്മൾ സ്നാക്സ് അധികം പൊരിക്കലോ കരിക്കലോ ഒന്നുമില്ല. പിന്നെ നോമ്പിന് നമുക്ക് ഇതൊക്കെ ഒരു 1-2 കൂട്ടം സ്നാക്സ് നിർബന്ധമാണ്. അപ്പം മാക്സിമം കടയിൽ നിന്ന് വാങ്ങിക്കാതിരിക്കാനായിട്ട് നോക്കി എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ മടിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇപ്പോൾ സ്നാക്സ് 1-2 കൂട്ടം കടയിൽ നിന്ന് വാങ്ങിക്കാം, അങ്ങനെയാണ്. ഇപ്പോൾ എന്താണേലും റമളാൻ 1-നും 2-നും 3-നും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ഹോം മെയ്ഡ് സ്നാക്സ് തന്നെയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഷവർമ പോക്കറ്റ് അതിന് കുറച്ച് കൂടുതൽ പ്രോസസ്സ് ഉണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, എങ്കിലും അതിൻ്റെ റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം ഹെവിയാണ്. അതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ആണെങ്കിലും ചിക്കൻ വിത്ത് വെജ് ഫില്ലിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് മയണൈസ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവം കുറച്ച് ഹെവിയാണ്. നമുക്ക് സ്റ്റൊമക്ക് ഫില്ലിംഗ് ആണ് ഇത് കഴിച്ചാൽ. അതുകൊണ്ട് ഞാൻ വെറും 4 എണ്ണമേ പൊരിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് എടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ഫില്ലിംഗ് ആണ്. അപ്പോൾ ആ ഫില്ലിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ നോമ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഹൂറിന് നമ്മൾ ചായ കുടിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നേരത്തെ ചായ എന്ന് പറയുന്നത് നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിലാണ് കുടിക്കുന്നത്. അപ്പോൾ സ്നാക്സിൻ്റെ ഒപ്പം നല്ല അടിപൊളി ചൂട് സ്നാക്സിൻ്റെ ഒപ്പമാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നോമ്പ് തുറക്കുന്നത് നമ്മൾ നോർമൽ വെള്ളവും ഡേറ്റ്സും കട്ട് ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചായയും സ്നാക്സും വെച്ചിട്ടാണ് നോയമ്പ് തുറക്കുന്നത്. അപ്പം നമുക്ക് ഈ ചായയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നോമ്പ് തുറയ്ക്കും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് നമ്മൾ പൊരിക്കും. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സ്നാക്ക് എന്ന് പറയുന്നത് ബ്രെഡ് ഷവർമ പോക്കറ്റാണ്. വളരെ ടേസ്റ്റിയാണ്. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നമ്മുടെ ചിക്കൻ ആണെങ്കിലും ക്യാബേജ് വെജ് ഫില്ലിംഗ് ആണെങ്കിലും ആ മയോണൈസ് ആണെങ്കിലും പിന്നെ എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡറാണ് ഇടുന്നത്. അങ്ങനെ എല്ലാം കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, പിന്നെ ആ സെയിം ബ്രെഡ് ഷവർമ പോക്കറ്റ് ആ സെയിം ഫില്ലിംഗ് വെച്ച് തന്നെ ഞാൻ ഒരു ബ്രെഡ് ഷവർമയും കൂടി അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ഷവർമ സാൻഡ്വിച്ചും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതും നമുക്ക് ഈ ഒരു ഫില്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് റെഡിയാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ സമൂസ ലീഫിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് പൊരിച്ച് സമൂസയാക്കാൻ പറ്റും, സാൻഡ്വിച്ച് ആക്കാൻ പറ്റും, ബർഗറിൻ്റെ ഒരു പാറ്റി പോലെ കൊടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അതും ടേസ്റ്റാണ്. നമ്മുടെ ബ്രെഡ് ഷവർമ പോക്കറ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതുപോലെ തന്നെ ആ ബ്രെഡ് ഷവർമയുടെ ഫില്ലിങ് വെച്ചിട്ടുള്ള ബ്രെഡ് ഷവർമ സാൻഡ്വിച്ച് അടിപൊളിയായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇതെന്ന് പറയുന്നത്
ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കുന്നതേ ഉള്ളൂ, നമ്മൾ പൊരിച്ചെടുക്കുന്നില്ല, ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയിരുന്നത് ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറിയുടെ ഇഫ്താർ സ്പെഷ്യൽ ചിക്കൻ കറിയുടെ ഒരു വീഡിയോയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടൊന്നും പോകുന്നില്ല. സാധാ രീതിയിൽ ചിക്കൻ കറി റെഡിയാക്കുന്നു. അതും റെസിപ്പി ആയിട്ടൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ ഇഫ്താർ ഐറ്റംസിൽ എന്തൊക്കെയാണ് എന്ന് കാണിക്കുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ചിക്കൻ കറിയും കൂടി ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയിലുള്ള ചിക്കൻ വെക്കുന്നില്ല. ഞാൻ ഒരു 1/2 kg അടുത്തുള്ള ക്വാണ്ടിറ്റിയിലാണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ ആദ്യം അത് വെള്ളമൊന്നും ഒഴിക്കാതെ കുറച്ച് നേരം റോസ്റ്റാക്കി അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം ഗ്രേവിയൊക്കെ ആക്കി പിന്നെയാണ് നമ്മൾ ഗ്രേവി നീട്ടുന്നത്. ഞാൻ എപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിക്കൻ കറി ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ബീഫാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഒരുപാട് ലൂസാക്കാറില്ല. ഒരു സെമി ഗ്രേവി, ഒരു തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് ആണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ബ്രെഡ് ഷവർമ പോക്കറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറി, ഇഫ്താർ സ്പെഷ്യൽ ചിക്കൻ കറി, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ചിക്കൻ കറിയൊക്കെ ഞാൻ കോമൺ ആയിട്ട് കാണിക്കാറുള്ളതാണ്. എങ്കിലും ഒരു ഇഫ്താർ സ്പെഷ്യൽ സീരീസായിട്ട് ഞാൻ കുറച്ച് കുക്കിംഗ് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ചിക്കൻ കറി ഷെയർ ചെയ്യാം. കാണാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന, തുടക്കക്കാർക്കും വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി. ഓക്കെ, അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം കട്ട്ലേറ്റിൻ്റെ വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കട്ട്ലേറ്റ് ഉണ്ടാക്കി ഒരു 4-5 കട്ട്ലേറ്റ് നെക്സ്റ്റ് ഡേയിലത്തേന് ഞാൻ റെഡിയാക്കി ഫ്രീസറിൽ വെച്ചിരുന്നു. അപ്പോൾ കുറച്ച് നേരം മുന്നേ അതെടുത്തു തണുപ്പൊക്കെ മാറാനായിട്ട് പുറത്ത് വെച്ചു. അപ്പോൾ ഇതാ ഒരു 5 കട്ട്ലേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ കട്ട്ലേറ്റും കൂടി ഒന്ന് പൊരിക്കുകയാണ്. നമ്മുടെ നോമ്പ് തുറയുടെ സമയമായപ്പോഴത്തേനും നമ്മൾ കട്ട്ലേറ്റും കൂടെ പൊരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എന്ന് പറയുന്നത് കുക്കായിട്ടുണ്ട്, എങ്കിലും ഒന്ന് ഇരുന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ കട്ട്ലേറ്റ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ള വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സവോള, പച്ചമുളക്, ഉപ്പ്, വിനേഗിരി ഒക്കെ ഇട്ടിട്ട് നല്ല കൈകൊണ്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയതിന് ശേഷം അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കട്ട്ലേറ്റിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു 2 കട്ട്ലേറ്റ് ആണെങ്കിൽ ഒരുപാട് നല്ല ക്വാണ്ടിറ്റിയിൽ ഈ ഒരു സവോള നന്നായിട്ട് ഞാൻ കഴിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെജ് കട്ട്ലേറ്റിനാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ബീട്രൂട്ടും പൊട്ടറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ടിട്ട് ഞാൻ നോമ്പ് തുറക്കി വെജ് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വെജ് കട്ട്ലേറ്റിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വിനാഗറിലിട്ടിട്ടുള്ള ഈ ഒരു സവോള മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ എൻ്റെ സെയിം ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ഇഫ്താർ സ്നാക്ക് സീരീസായിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തു. ഇനി ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു ബ്രെഡ് ഷവർമ പോക്കറ്റ് അല്ലെങ്കിൽ ഒരു ബ്രെഡ് ഷവർമ സാൻഡ്വിച്ച്, ആ ഒരു റെസിപ്പീസാണ് ഞാനിനി നെക്സ്റ്റ് ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ നഗ്ഗറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ നോമ്പിന് ഇഫ്താറിന് സാധാരണ ഹോം മെയ്ഡ് നഗ്ഗറ്റ്സാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇത് നമ്മൾ റെഡിമെയ്ഡ് നഗ്ഗറ്റ്സ് കുറച്ച് ഇരുന്നത് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് ഒരു 4-5 എണ്ണമൊക്കെ ഒരു ഐറ്റംസ് ഒരു 4-5 എണ്ണം വെച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പല ഐറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ഒന്നിൻ്റെയും കൂട്ടുന്നില്ല, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ പൊരിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ഇന്നത്തെ എൻ്റെ ഇഫ്താർ സ്നാക്സ് എന്ന് പറയുന്നത് ബ്രെഡ് ഷവർമ പോക്കറ്റും അതുപോലെ തന്നെ ബ്രെഡ് ഷവർമ സാൻഡ്വിച്ചും പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 4-5 ചിക്കൻ കട്ട്ലേറ്റും പിന്നെ ചിക്കൻ നഗ്ഗറ്റ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ
ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ എന്താണ് സ്നാക്ക് ഐറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ കോഴ്സായിട്ട് മെയിൻ കറിയായിട്ട് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് ചിക്കൻ കറിയാണ്. ഇനിയിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാറായി, ചായയും വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് ടേബിളിലേക്ക് സെറ്റ് ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് ആണ് കട്ട്ലേറ്റ്. എന്തോ ഈ പ്രാവശ്യത്തെ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റ് ട്രൈ ആണ്. കാരണം എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പ്രാവശ്യത്തെ എൻ്റെ കട്ട്ലേറ്റ്. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ വീഡിയോ കാണാത്തവർ ഒന്ന് ചെന്ന് കണ്ട് ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഇത് നഗറ്റ്സ്. പിന്നെ നഗറ്റ്സിൻ്റെ കുറച്ച് ഗ്യാപ്പ് വിട്ടിരിക്കുന്നത് പ്ലേറ്റ് അല്ല, അത് ഞാൻ ഹോം മെയ്ഡ് മയോണൈസ് അടിച്ചതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മയോണൈസ് സാധാരണ ഞാൻ അടിക്കുമ്പോഴത്തേനും ചില്ലി മയോണൈസാണ് അടിക്കാറ്. ഇന്ന് നമ്മുടെ ഷവർമ പോക്കറ്റിന് വേണ്ടിയിട്ട് ഒഴിക്കേണ്ടതുകൊണ്ട് നമുക്ക് പ്ലെയിൻ മയോണൈസ് വേണമായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആപ്പിൾ, ഓറഞ്ച്, മുസംബി, ഗ്രേപ്സ് അതൊക്കെയാണ്. അപ്പോൾ ഫ്രൂട്ട്സ് നമുക്ക് മെയിൻ ആണല്ലോ. അപ്പോൾ പിന്നെ ബാക്കി ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരുപാട് ടേബിളിൽ സെറ്റ് ചെയ്ത് ഒരുപാട് വെച്ചിരിക്കുന്ന ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമ്മൾ ഡേറ്റ്സ് വെച്ചു, നോർമൽ വെള്ളം വെച്ചു, ചായ വെച്ചു, അങ്ങനെ വേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ ടേബിളിലേക്ക് നിരത്തിയായിരുന്നു. ഞാൻ ഇഫ്താർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇഫ്താർ കഴിക്കലും കുടിക്കലുമായിട്ടുള്ള ആ ഒരു പാർട്ടൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസ്. ഇതാണ് നമ്മുടെ ബ്രെഡ് ഷവർമ പോക്കറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ്. ഇത് നമ്മുടെ ബ്രെഡ് ഷവർമ സാൻഡ്വിച്ച്. അങ്ങനെ എല്ലാം ഞാൻ ടേബിളിൽ റെഡിയാക്കി കഴിക്കാൻ പരുവത്തിന്. ഇനി നമ്മുടെ ചായ റെഡി ആകുന്നുണ്ട്. ചായ എന്ന് പറയുന്ന കുറച്ച് നേരെ ഇരുന്ന് കടുപ്പമൊക്കെ ഇറങ്ങി ഏലക്ക ഫ്ലേവറൊക്കെ ഇറങ്ങട്ടെ. ലോ ഫ്ലെയിമിൽ അങ്ങ് സ്ലോ കുക്ക് ചെയ്യാനായിട്ട് അങ്ങ് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് അപ്പോൾ തറാവീഹൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ചെത്തി ഒരു 9 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇഫ്താറിൻ്റെ മെയിൻ കോഴ്സ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നൈസ് പത്തിരിയാണ്. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ നോമ്പിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് പത്തിരിയാണല്ലോ. അപ്പം ഇനിയിപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഇടിയപ്പം, പുട്ട്, അതുപോലെ തന്നെ വെള്ളയപ്പം, ദോശ, ഇവക ഐറ്റംസ്, ഗീ റൈസ്, ബിരിയാണി, ഇവക ഐറ്റംസിലോട്ടെല്ലാം ഞാൻ കയറുന്നുണ്ട്. അതൊക്കെ പിന്നെ കുറച്ചും കൂടെ കഴിയട്ടെ. അപ്പോൾ ഈ ഒരു 1 വീക്ക് പത്തിരിയിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പത്തിരിയിൽ തന്നെയാണ് ഇപ്പോൾ നോമ്പ് നമ്മുടെ ഇഫ്താർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി, ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ കറി ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ പത്തിരി, നൈസ് പത്തിരി. ഇന്ന് തേങ്ങാപ്പാലൊന്നും എടുത്തില്ല. കഴിഞ്ഞ ദിവസം നല്ല മട്ടൻ കറിയും തേങ്ങാപ്പാലും ഒക്കെ കൂട്ടി നല്ല കഴിച്ചതാണ്. അപ്പം എന്നും തേങ്ങാപ്പാലൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സെമി ഗ്രേവിയിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ചിക്കൻ കറിയും അതുപോലെ തന്നെ നൈസ് പത്തിരിയുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റമളാൻ 3 എൻ്റെ മൂന്നാമത്തെ നോമ്പിന് വേണ്ടിയിട്ട്, എൻ്റെ ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയ എൻ്റെ റെസിപ്പീസ്, എൻ്റെ ഐറ്റംസ്, എൻ്റെ സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചിക്കൻ കറിയുടെ വീഡിയോയും അതുപോലെ തന്നെ എൻ്റെ ബ്രെഡ് ഷവർമ പോക്കറ്റിൻ്റെ വീഡിയോയുമായിട്ട് ഞാനിതാ പുറകെ വരുന്നതായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി ഒരു 3 നൈസ് പത്തിരിയും അതുപോലെ തന്നെ കുറച്ച് സവോള. ഈ സവോള വിനാഗറിലിട്ടത് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അത് ഞാൻ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കും. അപ്പോൾ 1-2 പീസ് ചിക്കനും അതുപോലെ തന്നെ കുറച്ച് സവോള അരിഞ്ഞതും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ എൻ്റെ ഇഫ്താർ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ റംലാൻ 3യിലെ എൻ്റെ ഇഫ്താർ റെസിപ്പീസ്, എൻ്റെ ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ താങ്ക് യു.